ഹൈ വെഡീസ്. അപ്പോ എക്സാം ഡേ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചവരോട്, എക്സാം ഡേ പ്രൈമറിലി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് വെച്ചാൽ ഒരു മണിക്കൂറെങ്കിലും ഗേറ്റ് ക്ലോസിംഗിന്റെ ഒരു മണിക്കൂറെങ്കിലും മുമ്പ് നിങ്ങൾ എക്സാം വെന്യൂവിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ എക്സാമിന്റെ എക്സാം വെന്യൂ എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു കണക്ടിവിറ്റി ഉള്ള ഒരു ഏരിയ ആയിരിക്കും. അപ്പൊ നമുക്ക് ഫുഡും സാധനങ്ങളൊക്കെ അവിടെ എന്തായാലും കിട്ടും. അപ്പൊ എത്ര പോയാലും ഒരു 30 മിനിറ്റ്സ് എങ്കിലും മുമ്പ് അവിടെ എത്തിച്ചേരാൻ ശ്രമിക്കുക. കാരണം ഒരു ലാസ്റ്റ് ഒരു മിനിറ്റിൽ ഒരു ഹറിബറി ഉണ്ടായാൽ നമ്മൾ ആകെ ഒരു പാനിക്കോ എന്തെങ്കിലും ബ്ലോക്കോ സാധനങ്ങളോ ഉണ്ടായാൽ അതിനൊക്കെയുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊണ്ടുപോകേണ്ട ID പ്രൂഫ്സ് ഉണ്ട്. അതായത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ID പ്രൂഫ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ID പ്രൂഫ്, അതുപോലെ നമ്മുടെ അഡ്മിറ്റ് കാർഡ്, പിന്നെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇപ്പൊ കഴിഞ്ഞ വർഷം പോലും ഞാൻ എന്റെ സെഷനിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കുട്ടി എന്ന് വെച്ചാൽ അയാളുടെ ട്വിൻ ബ്രദറിന്റെ ID പ്രൂഫ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ ഡിസ്ക്വാളിഫൈഡ് ആവും, കയറാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ നമ്മുടെ തന്നെയാണ് ഫോട്ടോസ് മാച്ച് ചെയ്ത് നോക്കുക, നമ്മൾ തന്നെയല്ലേ ഉള്ളിൽ തുറന്നിട്ട് നോക്കുക. പിന്നെ അതുപോലെ ID പ്രൂഫ് നമ്മളതാണെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ഇത് ഒരു 2 ഒരു എക്സ്ട്രാ ഒന്നും കൂടെ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് എടുത്ത് വെച്ചോ, പേടിക്കേണ്ടതില്ലല്ലോ എന്നാല്. പിന്നെ അതുപോലെ എക്സാം ഹാളിൽ കയറുമ്പോൾ നമ്മുടെ ഒരു മിനറൽ വാട്ടർ ബോട്ടിൽ എന്തായാലും എടുക്കാൻ ശ്രമിക്കുക. ട്രാൻസ്പെറന്റ് ആയിരിക്കണം, അത് നമ്മുടെ ഗൈഡ് ലൈൻസ് ഉള്ളതാണ്. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു മിനറൽ വാട്ടർ ബോട്ടിൽ എടുത്തിട്ട്, കാരണം നമ്മൾ അവിടെ ഒരു 10-15-20 മിനിറ്റിലധികം എന്തായാലും നമ്മൾ ഇരിക്കേണ്ടി വരും ഒരു എക്സാമിന് പോകുക. അപ്പൊ ഒരു പാനിക് സിറ്റുവേഷനിൽ നമുക്ക് കുറച്ച് വെള്ളം കുടിച്ചാലൊക്കെ അത്യാവശ്യം ഒരു കാം ആയിട്ടിരിക്കാം. പിന്നെ അവിടെ പേടിക്കാനൊന്നുമില്ല, എക്സാം ഹാൾ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും. നമ്മൾ എന്തായാലും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, അപ്പൊ എന്തായാലും നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടെ ആ സമയം ചെലവഴിച്ചിട്ട് നമ്മൾ മാക്സിമം പൊട്ടൻഷ്യൽ നമ്മൾ എക്സാം ഹാളിൽ എടുത്തിട്ട് നമ്മൾ മാക്സിമം റിസൾട്ടോടുകൂടി വരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി എക്സാമിന് പോവാം.